ഋതു ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. കൂടാതെ അവൾ നല്ലൊരു പാട്ടുകാരിയും കൂടിയാണ്. ചെറുപ്പം മുതലേ പാട്ട് പാടാൻ അവൾ നന്നായിട്ട് പഠിച്ചിരുന്നു. അങ്ങനെ അവളുടെ കോളേജ് ഡേ വന്നു. അവൾക്ക് പാട്ട് പാടാൻ ആഗ്രഹം തോന്നി. ഒരുപാട് പേരുടെ മുന്നിൽ തനിക്ക് പാട്ട് പാടാൻ വേണ്ടി ഒരാഗ്രഹം. അതിനുവേണ്ടി അവൾ പ്രിപ്പയറും ചെയ്തു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ജഡ്ജസിന് പേര് നൽകി. അവർ ആ പേര് സ്വീകരിച്ചു. അവൾ പ്രാക്ടീസും തുടങ്ങി പാട്ട് പാടാനുള്ള. പ്രാക്ടീസിനൊടുവിൽ അങ്ങനെ ഒരു ദിവസം അവൾ ആഗ്രഹിച്ച ആ ഒരു ദിവസം വന്നെത്തി. വലിയൊരു ഓഡിയൻസിന് മുന്നിൽ അവൾ മൈക്കയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ തന്നെ അവിടെ കൈയും കാലും മറക്കാൻ തുടങ്ങി. ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ കരോക്കെ ഓൺ ചെയ്ത് അവളുടെ പാട്ടിൻ്റെ സമയപ്പോൾ അവൾ പാട്ട് പാടാൻ തുടങ്ങി. പക്ഷേ അത്രയും നാളില്ലാത്ത പേടിയും എപ്പോഴും കാരണം അവൾക്ക് ആ പാട്ട് അവൾ വിചാരിച്ച പോലെ അവതരിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, കരോക്കെ വേറെ സൈഡിലേക്കും പാട്ട് വേറെ സൈഡിലേക്കും പോയി. രണ്ടും കൂടി ജോയിൻ്റ് ആവാതെ വന്നു. അങ്ങനെ അവളുടെ കൂടെ പഠിക്കുന്നവരടക്കം, സ്വന്തം ക്ലാസ്സിലെ വിദ്യാർത്ഥികളടക്കം എല്ലാവരും ഒന്നടങ്കം കൂക്കു വിളിച്ചു. അതൊന്നും കേട്ടിട്ട് വക വെക്കാതെ ആ പാട്ട് അവിടെ നിർത്തി ഇറങ്ങിപ്പോകാതെ ടീച്ചർമാരെല്ലാവരും അവളിപ്പോൾ ഇറങ്ങും, ഇപ്പോൾ എല്ലാം നിർത്തിപ്പോകും എന്ന് വിചാരിച്ച് പേടിച്ചിരുന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവളെ മുഖത്ത് കണ്ട ഭാവം, ഇത് ഞാൻ തീർത്തിട്ടേ പോകൂ എന്നുള്ളൊരു മൈൻഡിൽ അവൾ ആ പാട്ട് തുടർന്നു. പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. പാട്ട് അവസാനിച്ചിട്ടും കരോക്കെ അവസാനിക്കാത്തൊരവസ്ഥ വന്നു. അതും വകവെക്കാതെ അവൾ ആ പാട്ട് പാടി കംപ്ലീറ്റ് ആക്കിയിട്ട് കുറച്ചു നേരം ഓഡിയൻസിനെ ഒന്ന് നോക്കി അവൾ പാട്ട് പാടി ഇറങ്ങി. ടീച്ചർമാരെല്ലാവരും വിചാരിച്ചു, പരിഹസിച്ചവരെല്ലാവരും വിചാരിച്ചു അവളിപ്പോൾ ഇരുന്ന് കരയും, ഓടിപ്പോയിരുന്ന് കരയും എന്നൊക്കെ വിചാരിച്ചു, ടെൻഷൻ അടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവരെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്ന് തന്നെ പറയാം. അവൾക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, താൻ ആഗ്രഹിച്ചൊരു കാര്യം, വലിയൊരു ഓഡിയൻസിന് മുന്നിൽ ആഗ്രഹിച്ചൊരു കാര്യം താൻ നേടിയെടുത്തു എന്നൊരു ദൃഢനിശ്ചയവും വാശിയും അവളുടെ മുഖത്ത് കാണാൻ സാധിച്ചു. അത് അവളുടെ മാതാപിതാക്കൾ PTA മീറ്റിങ്ങിന് വന്നപ്പോൾ അവരത് പറയുകയും ചെയ്തു. ഒരു മലയാളം മിസ് ഉണ്ടായിരുന്നു. ആ മലയാളം മിസ്സിനെ അവളെ നന്നായി അറിയായിരുന്നു. അവൾക്ക് ഏറ്റവും നല്ല സപ്പോർട്ടുള്ളൊരു മിസ്സായിരുന്നു അത്. ആ മിസ് അവളുടെ മാതാവിനോട് പറഞ്ഞു, ഋതുവിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ, എല്ലാവരുടെയും കൂക്കുകളികൾ കണ്ടപ്പോൾ, മൈക്ക് അവിടെ നിർത്തി പാട്ട് അവിടെ നിർത്തി ഇനി ഞാൻ പാടുന്നില്ല എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോകുന്ന കുട്ടിയെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനെല്ലാം വകവെക്കാതെ കൂക്കുവിളികളും പ്രതിരോധങ്ങളെയും പേപ്പർ എറിയുന്നവരെയൊക്കെ വകവെക്കാതെ ആ പാട്ട് കംപ്ലീറ്റ് ആക്കി അതിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ പാട്ട് പാടി എന്നൊരു സന്തോഷം മുഖത്ത് കണ്ട് ഇറങ്ങി വരുന്ന ഋതുവിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ അധ്യാപിക പറയുകയാണ്, ഇത്രയും നേരെയുള്ള കുട്ടിക്ക് എന്തിനും ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ കഴിയും. അതാണ് ഇവിടുത്തെ പോയിന്റും. കാരണം അത്രയും പ്രതിസന്ധികൾ കൺമുന്നിലുണ്ടായിട്ടും തൻ്റെ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റാനാണ് അവൾ ശ്രമിച്ചത്. അത് അവൾ നിറവേറ്റുകയും ചെയ്തു. മാത്രമല്ല, 2-3 തവണ സ്റ്റേജിൽ കയറിയപ്പോൾ അവൾക്ക് ഇതേ അനുഭവം ഉണ്ടായി. പക്ഷേ 4ാമത്തെ തവണ അവൾ സ്റ്റേജിൽ കയറിയപ്പോൾ അതിനുശേഷമുള്ള സ്റ്റേജുകളിലെല്ലാം അവൾക്ക് നിറ കയ്യോടെയുള്ള കയ്യടികളും പ്രോത്സാഹനവുമാണ് കിട്ടിയത്. സ്വന്തം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മിണ്ടാതിരിക്കുകയും ചെയ്തു. എല്ലാവരും അവൾക്ക് സപ്പോർട്ടായിട്ട് വരികയും ചെയ്തു. അതിനിടയിൽ പല കാര്യങ്ങളും ഉണ്ടായി. ഫസ്റ്റത്തെ തവണ പാട്ട് കൊള്ളായപ്പോൾ അതിനുശേഷം ഒരു ജഡ്ജസും അവളുടെ പേര് റെക്കമെൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷേ അവൾക്ക് സപ്പോർട്ടായിട്ട് വന്ന ചില സീനിയർ ചേട്ടന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചേട്ടന്മാരെന്നെ അവളെ സപ്പോർട്ട് ചെയ്ത് പാട്ടിനെ കയറ്റി. അപ്പോഴെല്ലാം പിന്മാറിയെങ്കിലും തോറ്റിറങ്ങേണ്ടി വന്നെങ്കിലും അവൾ പിന്മാറിയില്ല. പിന്നാക്കം നിൽക്കാൻ തോന്നിയെങ്കിലും പറ്റില്ല, എനിക്ക് ജയിച്ചേ പറ്റുന്നുള്ളൊരു മുഖഭാവം അവൾക്കുണ്ടായിരുന്നു. 4ാമത്തെ തവണ സ്റ്റേജിൽ കയറുമ്പോഴും അവൾക്ക് മലയാളം അധ്യാപിക കൊടുത്തൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ധൈര്യമായിട്ട് കയറ്, പാടാൻ പറ്റുമോ. അങ്ങനെ ഒരാളോടൊരു ധൈര്യത്തിൽ അവൾ കയറി പാടി ധൈര്യത്തോടെ ഇറങ്ങി.
അന്ന് കൂക്ക് വിളിച്ചവരെല്ലാം കൈയടിച്ച് അവളെ സപ്പോർട്ട് ചെയ്തു. കാരണം അവളുടെ പാട്ട് നല്ല അതിമനോഹരമായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും കറക്റ്റായിട്ട് അവൾ പാടിയിറങ്ങി. അന്ന് അവൾ കരഞ്ഞു സന്തോഷം കൊണ്ട്. ഇന്ന് എനിക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു പാടെന്താന്ന് വെച്ചാൽ, ഏതൊരു പ്രതിസന്ധിയും നമ്മൾ കൺമുന്നിൽ വന്നാലും തളർന്നു വീഴാതെ അത് നമുക്ക് ചെയ്യാൻ പറ്റും, അതിനെ മറികടക്കാൻ പറ്റുന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയാൽ ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനൊരു തെളിവാണ് ഋതുവിൻ്റെ ഒരു ജീവിത കഥ. ഇതും വെറുതെ കഥ ഉണ്ടാക്കിയെടുത്തതോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടി തയ്യാറാക്കിയ വെറുമൊരു കഥയല്ല. റിയലായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് നടന്ന ഒരു കഥ തന്നെയാണിത്. കഥാപാത്രങ്ങൾ സങ്കല്പികമാണെങ്കിലും കഥ റിയലായിട്ട് നടന്ന, ഈ ലോകത്ത് നടന്ന ഒരു കഥയാണ്. ചിലപ്പോൾ ഇത് പലർക്കും നടന്നിട്ടുണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നടന്നിട്ടുണ്ടാവാം. പക്ഷെ ഇത് ഋതു എന്ന കഥാപാത്രത്തിന് നൽകിയിട്ടുള്ള, അതിന് ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് അനുഭവിച്ച കഥയാണ് ഞാൻ അതിലൂടെ അവതരിപ്പിച്ചത്. അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മെയിനാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ മനക്കെട്ടിനെ ധാരാളം. ഞാനത് പിന്തുടരാൻ എൻ്റെ അകത്തെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതവിടെ അവസാനിച്ചു. പക്ഷെ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് വിജയം നമ്മൾ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. ഒന്ന് നോക്കിയാൽ മതി, നേരെ നോക്കിയാൽ മതി, അവിടെ തന്നെ ഉണ്ട്.